സെലക്ഷൻ കമ്മീഷൻ GD SSC GDയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ SSC GDയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. SSC GDയുടെ അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്ലിക്കേഷനൊക്കെ മുൻപേയുള്ള മാസങ്ങളിൽ കഴിഞ്ഞതാണ്. ഇത് അന്ന് അപേക്ഷിച്ചവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എന്നാണ് എക്സാം ഡേറ്റ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എക്സാം സിറ്റി വെന്യൂ ഒക്കെ ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങളെ അറിയിക്കുക. കോൺസ്റ്റബിൾ GDയുടെ എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. 2025 ഫെബ്രുവരി 4, 5, 6, 7, 8, 9, 10, 11, 12, 13 പിന്നെ 17-ാം തീയതിയാണ്. 18, 19, 20, 21, 24, 25 എന്നീ തീയതികളായിരിക്കും നിങ്ങൾക്ക് എക്സാം നടക്കുക. നിങ്ങൾക്കുള്ള എക്സാം സിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസൊക്കെ ഹാൾ ടിക്കറ്റിലായിരിക്കും. ഹാൾ ടിക്കറ്റ് വന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി പഠിക്കാനൊക്കെ തയ്യാറായി എടുക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. എക്സാം ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി ബ്രീഫായിട്ട് ഇത് പറയുന്നത്. ഈ വർഷങ്ങളിലൊക്കെ ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കും. പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് വേണ്ടിയിട്ടാണ്, ജനറൽ ഡ്യൂട്ടിയിലേക്ക് വേണ്ടിയിട്ടാണ് SSC GD ഈ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, സശസ്ത്ര സീമാ ബാൽ SSB, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSF, സിപ്പോ ഇൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB തുടങ്ങിയവയിലേക്കായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിലൂടെ ജോലി ലഭിക്കാൻ പോകുന്നത്. ഇതൊരു നാഷണൽ ലെവൽ എക്സാമാണ്. ഓൺലൈനായിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. തുടർന്ന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും തുടർന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലൂടെ ആയിരിക്കും ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക. ടോട്ടൽ 39,481 വേക്കൻസികളാണ് SSC GD നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് 60 മിനിറ്റ് എക്സാം ആയിരിക്കും ഉണ്ടാകുക. മാക്സിമം മാർക്ക് 160-ലായിരിക്കും. 80 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യനും 40 മാർക്കുമായിരിക്കും. എലിമെൻ്ററി മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. തുടർന്ന് 80 ക്വസ്റ്റ്യൻസും 160 മാർക്കിലുമായിരിക്കും നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുക. ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ 0.25 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 0.25 മാർക്ക് ഇൻകറക്റ്റ് ആൻസറിന് പോകുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഈസ് ദർ എനി നെഗറ്റീവ് മാർക്കിംഗ് ഫോർ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്? നോ, ദർ വിൽ ബി നോ മാർക്ക് ഡിഡക്ഷൻ ഫോർ ബ്ലാങ്ക് ഓർ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. കാര്യങ്ങളും കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കുക. ആദ്യം നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ഇതിനെക്കുറിച്ച് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ കുറിച്ച് എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി വേഗം ഒന്ന് ചെക്ക് ചെയ്യാം. ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്ങിൽ കോഡിംഗ്, ഡീകോഡിംഗ്, മിസ്സിംഗ് ടൈം, വെൻ ഡയഗ്രാം, സിലോജിസം, പേപ്പർ ഫോൾഡിംഗ്, ഓഡ് വൺ ഔട്ട്, മാത്തമാറ്റിക്സ് ഓപ്പറേഷൻ, അനലോജി സീരീസ്, സ്വീക്വൻസ്, പസിൽ അല്ലെങ്കിൽ ലീനിയർ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, മിറർ ഇമേജ്, ഹിഡൻ ഫിഗർ, കംപ്ലീറ്റ് ഫിഗർ എന്നിവയ്ക്കായിരിക്കും ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ്ങിൽ നിങ്ങൾക്ക് ചോദിക്കുക. പിന്നീട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ചോദിക്കുക SIOCI, പ്രോഫിറ്റ് ഓർ ലോസ്, മെൻസുറേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, നമ്പർ സിസ്റ്റം, ടൈം ആൻഡ് വർക്ക്, സിംപ്ലിഫിക്കേഷൻ, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്,
ആവറേജ്, DI തുടങ്ങിയവയായിരിക്കും ചോദിക്കുക. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, എറർ ഡിറ്റക്ഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സിനോണിം, ആൻറ്റോണിം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ചെക്ക് എന്നിവയായിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുക. തുടർന്ന് നിങ്ങൾക്ക് GKയിൽ ഹിസ്റ്ററി, ജിയോഗ്രഫി, പോളിറ്റി, സയൻസ്, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. ഇതിന് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇത് വെറും നമുക്ക് ഒരു മാതൃക മാത്രമാണ് ഈ എക്സാമിനെ കുറിച്ച്. ബാക്കിയൊക്കെ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. നമുക്ക് ഇതിൻ്റെ എക്സാം സിറ്റികൾ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കേരളത്തിലുള്ള സിറ്റികൾ എന്ന് പറയുന്നത് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവയായിരിക്കും. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. എന്നാലും നമുക്ക് പ്രയോറിറ്റി ബേസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.